2022 ഖത്തർ വേൾഡ് കപ്പിൽ ആ ഫൈനൽ മത്സരം അവസാനം ചെന്നെത്തിയത് ഫ്രാൻസും അർജന്റീനയും തമ്മിൽ. അങ്ങനെ ആ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജന്റീന ലോക ചാമ്പ്യന്മാരുമായി. തുടർന്ന് വിജയാഘോഷത്തിന് ശേഷം ഫ്രാൻസിലെ തന്റെ ക്ലബിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്ന ലിയോ മെസ്സിയുടെ ദയനീയാവസ്ഥയും പിന്നീട് ഇന്റർ മിയാമിയിലേക്ക് പോവേണ്ടി വന്ന കാര്യവും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ 2016 ഫ്രാൻസിനെതിരെയുള്ള പോർച്ചുഗലിന്റെ യൂറോ കപ്പ് ഫൈനലിൽ 109-ാം മിനിറ്റിൽ എഡർ ഒരു കിടിലൻ ഗ്രൗണ്ട് ഷോട്ടിലൂടെ പോർച്ചുഗലിന്റെയും ക്രിസ്ത്യാനോയുടെയും ചരിത്രം തന്നെ മാറ്റി കുറിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ത്യാഗമായി കൊടുക്കേണ്ടി വന്നത് സ്വന്തം ഫുട്ബോൾ കരിയറിനെയായിരുന്നു. അതെ, എഡർ യൂറോ കപ്പിൽ ഫ്രാൻസിനെ ഇല്ലാതാക്കിയതിനു ശേഷം തിരിച്ചെത്തിയത് ഫ്രാൻസിലെ തന്നെ ക്ലബായ ലില്ലയിലേക്കാണ്. അങ്ങനെ അവിടുത്തെ ആരാധകരുടെ തുടരെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും അവഗണനകളും കാരണം അദ്ദേഹം മാനസികമായി വളരെ തളർന്നു. അവസാനം സൗദിയിലെ ക്ലബായ അൽ റൈദിനു വേണ്ടി പന്തു തട്ടിയതിനു ശേഷം അദ്ദേഹം വിരമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്.